റയൽ മാഡ്രിഡ് മുൻ ലിവർപൂൾ പരിശീലകനായിട്ടുള്ള ജെർഗൻ ക്ലോപ്പിനെ അവരുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കും. ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ്? അതുപോലെ തന്നെ ജെർഗൻ ക്ലോപ്പ് റയലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ റയലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ജെർഗൻ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ജെർഗൻ ക്ലോപ്പ് നിലവിൽ ഒരു ടീമിന്റെയും പരിശീലകനല്ല. ലിവർപൂൾ വിട്ടതിന് ശേഷം അദ്ദേഹം ഒരു ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല. നിലവിൽ അദ്ദേഹം റെഡ് ബുള്ളിന്റെ ഹെഡ് ഓഫ് ഗ്ലോബൽ സോക്കർ എന്ന പദവിയാണ് വഹിക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജെർഗൻ ക്ലോപ്പ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ജോബാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കോച്ചിന് അത്രയും റിസ്കോ ഒരു കോച്ചിന് അത്രയും വെല്ലുവിളികളോ നിറഞ്ഞ ഒരു ജോലിയല്ല അദ്ദേഹം ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സേഫ് സോണിലാണുള്ളത്. എന്നാൽ ജെർഗൻ ക്ലോപ്പിന്റെ മെന്റാലിറ്റി വെച്ചിട്ട് അദ്ദേഹം ഈ സേഫ് സോണൊക്കെ മറികടന്ന് ഒരു റിസ്ക് ഒക്കെ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിൽ നിന്നൊരു ഓഫർ പോയി കഴിഞ്ഞാൽ റയലിലേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതകൾ നമ്മൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല. ഇനി ജെർഗൻ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മുൻ പരിശീലകനായിട്ടുള്ള സാവിയെ കുറിച്ചാണ്. സാവി ലെവർകുസനിൽ അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റയൽ മാഡ്രിഡ് താരത്തെ പരിശീലകനാക്കിയത്. തീർച്ചയായിട്ടും അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ലെവർകുസനിൽ അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സാവി ചെയ്തിരുന്നത്. കുറേ മത്സരങ്ങൾ തുടർച്ചയായി തോൽക്കാതെ പോകുന്നു. അതുപോലെ തന്നെ കുറേ വർഷത്തിന് ശേഷം ആ ടീമിന് കപ്പ് നേടിക്കൊടുക്കുന്നു. അതായത് ബുണ്ടസ് ലീഗയിലെ ഏറ്റവും വലിയ ടീം ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്കിന്റെ UCL മാച്ചസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. എന്നാൽ ബുണ്ടസ് ലീഗയിലെ മാച്ചസ് ഒന്നും ഞാൻ കാണാറില്ല. ചില മാച്ചസ് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനൊക്കെ എതിരെയുള്ള മാച്ചസ്. എന്നാൽ ബുണ്ടസ് ലീഗയിലെ മാച്ചസ് ഒന്നും ഞാൻ കാണാറില്ല. ഞാൻ ഈ ലെവർകുസന്റെ മാച്ചസ് ഇരുന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറേ പേര് ഇരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ആയിരുന്നു സാബിയുടെ കീഴിൽ ലെവർകുസൻ കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിച്ചത്. റയലിലേക്ക് എത്തുമ്പോൾ റയലും അതുപോലത്തെ ഒരു ഫുട്ബോൾ കളിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, ഞാനും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. ജെർഗൻ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് 7-8 മാസത്തിൽ തന്നെ സാബിയെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണങ്ങളൊന്ന് ഹൈ എക്സ്പെക്ടേഷൻ ആണ്. തീർച്ചയായിട്ടും ഹൈ എക്സ്പെക്ടേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34 മാച്ചിൽ 24 മാച്ചും സാബിയുടെ കീഴിൽ റയൽ വിജയിച്ചു. 6 തോൽവി 4 സമനില. ഈ 6 തോൽവിയിൽ 5 യൂറോപ്പിലെ ബിഗ് ടീമുകളാണ്. അതായത് ബാഴ്സലോണ, PSG, അതുപോലെ തന്നെ ലിവർപൂള്, മാഞ്ചസ്റ്റർ സിറ്റി, അത്ലറ്റിക്കോ മാഡ്രിഡ്, വലിയ ടീമുകൾക്കെതിരെയാണ് തോറ്റിട്ടുള്ളത്. എന്നിട്ട് പോലും റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് താരത്തെ പുറത്താക്കുന്ന ഒരു തീരുമാനമെടുത്തു. അറിയാലോ, മ്യൂച്വലായിട്ട് എടുത്തതാണ്. പല കാര്യങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. അപ്പൊ അതിലൊന്ന് തന്നെയാണ് ഈ ഒരു പെർഫോമൻസും. ജെർഗൻ ക്ലോപ്പ് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ക്ലാസിക്കോ കഴിഞ്ഞ പാടെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണിത്. അതുകൊണ്ട് തന്നെ എൽ ക്ലാസിക്കൽ ആ ഒരു റിസൾട്ടിന്റെ ഹീറ്റാണ് ഈ ഒരു തീരുമാനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫൈനൽ മത്സരം തോൽക്കുന്നു. അതിനെ തുടർന്ന് ആ ഒരു എൽ ക്ലാസിക്കയെ തുടർന്ന് നടന്നിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ്, അതിനു മുമ്പ് ആ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അദ്ദേഹം ടീം വിട്ടു പോകാനുള്ള ഒരു പ്രധാന കാരണം എന്നാണ് ജെർഗൻ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ പല ടീമുകളും തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, തന്നെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ മാഡ്രിഡ് ഇല്ല എന്നതാണ്. റയൽ മാഡ്രിഡ് ആ ഒരു ലിസ്റ്റിലില്ല, അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അതായത് ജെർഗൻ ക്ലോപ്പിനെ ഇതുവരെ റയൽ മാഡ്രിഡ് കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇനി കോൺടാക്ട് ചെയ്താൽ അല്ലാതെ വരത്തില്ല എന്നൊന്നുമില്ല. ഇനി കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം വരാനുള്ള സാധ്യതകളുണ്ട്. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ജെർഗൻ ക്ലോപ്പിനെ റയൽ മാഡ്രിഡ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് സീരിയസ് ആയിട്ട് കാണും. അദ്ദേഹം വരാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല എന്നതാണ്. റയൽ മാഡ്രിഡിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ജെർഗൻ ക്ലോപ്പ് എത്തിക്കഴിഞ്ഞാൽ റയലിലെ പ്രശ്നങ്ങൾ മാറുമോ? റയലിന് വേണ്ടത് എങ്ങനത്തെ ഒരു കോച്ചിനെയാണ്? റയൽ ഇപ്പോൾ സാബിക്ക് പകരം ഒരു കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അതൊരു പെർമനന്റ് ഒരു ലോങ് ടേം കോച്ചൊന്നുമല്ല. അദ്ദേഹം ഒരു ഷോർട്ട് ടേമിലേക്ക് വന്നിട്ടുള്ള ഒരു കോച്ചാണ്. പുതിയൊരു കോച്ചിനെ അവർ മിക്കവാറും സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. ആ ഒരു ലിസ്റ്റിൽ ജെർഗൻ ക്ലോപ്പാണ് മുന്നിലുള്ളത്. അപ്പോൾ ക്ലോപ്പ് വന്നു കഴിഞ്ഞാൽ റയലിലെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിയും. റയലിന് വേണ്ട പരിശീലകൻ എങ്ങനത്തെ പരിശീലകനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ വലിയ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനായിരിക്കും. തീർച്ചയായിട്ടും ജെർഗൻ ക്ലോപ്പ് അങ്ങനത്തെ ഒരു പരിശീലനാണ്. ഒരു സംശയം ആർക്കും അതിലില്ല. കാരണം ലിവർപൂളിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്, വേറെയും ബുണ്ടസ് ലീഗയിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്നും അദ്ദേഹം ആർക്കും ഒരു കുഴപ്പം കാണത്തില്ല, ആർക്കും ഒന്നും പറയാൻ കാണത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്, വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയുക എന്നതാണ്. സാബിക്ക് കഴിയാതെ പോയതും അത് തന്നെയാണ്. അതായത് ഗാലക്റ്റിക്കോസിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോച്ച് സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കോച്ചായിരിക്കണം എന്നത്. ഈ ഒരു ജെർഗൻ ക്ലോപ്പ് അതിന് പറ്റിയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. കാരണം വലിയ താരങ്ങൾ അദ്ദേഹം ഒരു ടീമിൽ തന്നെ മാനേജ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യവും അദ്ദേഹത്തിന് കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എക്സ്പെക്ടേഷൻ. ജെർഗൻ ക്ലോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ട് റയൽ മാഡ്രിഡിലെന്ന്. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിനെ പോലെ വലിയൊരു ലെഗസിയുള്ള ടീമിന് ഒരു ഷോർട്ട് ടേമിൽ തന്നെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ആ കോച്ചിന്റെ സ്ഥാനം തെറിക്കും, അതിലൊരു സംശയവും വേണ്ട. ജെർഗൻ ക്ലോപ്പ് അങ്ങനത്തെ ഒരു കോച്ചേ അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ലിവർപൂളൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് സമയം കൊടുത്തിരുന്നു. അതുപോലെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആ ഒരു ടാറ്റിക്സ് അദ്ദേഹം റയലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യത്തുള്ളൂ. മിനിമം ഒരു സീസൺ വിത്തൗട്ട് ട്രോഫിയിൽ പോകാൻ പറ്റണം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഒരു സീസൺ വിത്തൗട്ട് ട്രോഫിയിൽ പോവുക എന്ന് പറയുന്നത് നടക്കാനുള്ള സാധ്യതകൾ വളരെ 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 കുറവാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. സാധാരണ രണ്ട് രീതിയിലുള്ള പരിശീലകരാണുള്ളത്. ഒരാള് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ടാറ്റിക്സ് കാണും, അതിനെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. അതിന് കുറച്ച് സമയമെടുക്കും, അത് സമയമെടുത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്യും. വേറൊരു കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാറ്റിക്സ് ഒന്നും അങ്ങനെ പുത്തരായിട്ട് കാണത്തില്ല. അവർ ടീമിലുള്ള താരങ്ങളെ വെച്ച് ഒരു ടാറ്റിക്സ് ഉണ്ടാക്കും. ജെർഗൻ ക്ലോപ്പ് ഫസ്റ്റത്തെ കാറ്റഗറി വരുന്ന കോച്ചാണ്. അദ്ദേഹത്തിന് ടാറ്റിക്സ് ഉണ്ട്, അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്യും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് അദ്ദേഹത്തിന്റെ ടീം കളിക്കാറ്. എന്നാൽ റയലിന് വേണ്ടത് അങ്ങനത്തെ ഒരു കോച്ചിനെ അല്ല. റയലിന് വേണ്ടത് എങ്ങനത്തെ കോച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിൽ കുറെ സൂപ്പർ താരങ്ങളുണ്ട്. അവരെ ഒത്തിണക്കത്തോടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി കളിപ്പിക്കുന്ന ഒരു കോച്ചിനെയാണ് ജെർഗൻ ക്ലോപ്പ്. അങ്ങനത്തെ കോച്ചല്ല. എന്നാൽ റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 1 ഇയർ, അതായത് ഒരു 1 സീസൺ, ഒരു ഫുൾ സീസൺ വിത്തൗട്ട് ട്രോഫി കുഴപ്പമില്ല എന്ന് റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് തീരുമാനിച്ചാൽ ഒരു ലോങ് ടേമിൽ താരം വലിയ രീതിയിൽ റയലിന്റെ കോച്ച് എന്ന നിലയിൽ തിളങ്ങാനുള്ള സാധ്യതകളുണ്ട്. അല്ലാത്ത പക്ഷം ഇത് നടത്തിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.